festival widely celebrated by the people of India. Diwali is celebrated by lighting lamps, bursting crackers, and distributing sweets. Hindus celebrate Diwali to commemorate Lord Rama's defeat of the demon king Ravana and the liberation of Sita Devi. The victory of righteousness over unrighteousness, the victory of light over darkness, the victory of knowledge over ignorance, these are all the messages of Diwali. Diwali is not just a celebration, it also spreads a message of diplomatic value. On the day of Diwali, people worship goddess Lakshmi and Lord Krishna. Along with the celebrations, Diwali also carries a valuable message, providing a positive energy to the entire humanity. May this valuable message of Diwali shine like a lamp upon everyone, regardless of nationality, language, or religion. This video shows the scenes of Diwali celebrated in homes in a small village in Kerala. Diwali is celebrated by lighting oil lamps called diya, distributing sweets, and lighting firecrackers and flowers. Here, you can see a small idol of Shirdi Sai Baba along with lit oil lamps. People light oil lamps on Diwali day, next to the images of gods and goddesses in their prayer rooms. Goddess Lakshmi, the goddess of wealth and prosperity, is worshipped on this occasion. Here you can see a beautiful view of lit lamps along with a small idol of goddess Lakshmi. ഇവിടെ ലക്ഷ്മി ദേവിയുടെ ചെറിയ വിഗ്രഹത്തോടൊപ്പം മൺചിരാതുകൾ കൊളുത്തിവെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ദീപാവലി ദിവസം വിശ്വാസികൾ ആരാധിക്കാറുണ്ട്. This video shows a beautiful scene where oil lamps are lit on the porch and in the yard of a house after all the electric lights have been turned off. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. വിശ്വാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സമ്മേളനമായ ദീപാവലി നമ്മളിൽ ഓരോരുത്തർക്കും ഒരു പോസിറ്റീവ് എനർജി പകർന്നു നൽകുന്നു. ഈ വർഷത്തെ ദീപാവലി വേളയിൽ ചില വീടുകളിൽ ഒരുക്കിയ മൺചിരാത് വിളക്കുകളുടെ കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഐതിഹ്യങ്ങളും വിശ്വാസവും ആഘോഷവും ഒന്നിച്ചു ചേരുമ്പോൾ അത് ദീപാവലിയായി മാറുന്നു. Along with this, children and adults celebrate Diwali by bursting small firecrackers. പടക്കങ്ങളും പൂത്തിരികളും ദീപാവലി ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇവിടെ കുട്ടികൾ ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദീപാവലി വേളയിൽ നമ്മൾ പൂജാമുറിയിൽ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾക്കടുത്തും വിളക്ക് വയ്ക്കുന്നിടത്തുമൊക്കെ മൺചിരാതുകൾ കത്തിച്ച് വയ്ക്കാറുണ്ടല്ലോ. ആ കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ദീപാവലിയോടനുബന്ധിച്ച് പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലവിലുണ്ട്. ശ്രീരാമദേവൻ 14 വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മൺചിരാതുകൾ കൊളുത്തി വരവേറ്റു എന്നതാണ് ഒരു ഐതിഹ്യം. അതോടൊപ്പം രാക്ഷസ രാജാവായ രാവണനിൽ നിന്നും സീതാദേവിയെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നത് ഇതേ ദിവസമാണെന്നും പറയപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ച വിജയം കൈവരിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്നും ഒരു ഐതിഹ്യം നിലവിലുണ്ട്. എല്ലാ ഐതിഹ്യങ്ങളുടെയും സാരാംശം ഒന്നാണ്: അധർമ്മത്തിന് മേൽ ധർമ്മത്തിൻ്റെ വിജയം, ഇരുളിന് മേൽ പ്രകാശത്തിൻ്റെ വിജയം. ഇതൊക്കെ തന്നെയാണ് ദീപാവലിയുടെ സന്ദേശവും. മനുഷ്യ മനസ്സിലെ നന്മയ്ക്ക് മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് പ്രകാശം പരത്തുന്ന ഒരു നന്മയുടെ കണിക പകർന്നുകൊണ്ട്
ഈ ഓരോ മൺചിരാതും പ്രകാശിക്കട്ടെ. അജ്ഞതയുടെ രാക്ഷസ കരങ്ങളിൽ നിന്നും വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ദൈവികമായ അനുഭൂതിയാകട്ടെ ദീപാവലി. ഇന്ത്യയെ കൂടാതെ നേപ്പാൾ, ശ്രീലങ്ക എന്നീ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളും ദീപാവലി ആഘോഷിച്ചു വരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഹിന്ദു, സിഖ്, ജൈന മതവിശ്വാസികളും ദീപാവലി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 5 ദിവസത്തെ ആഘോഷമാണ് ദീപാവലി. തമസോമാ ജ്യോതിർഗമയ എന്ന വേദവാക്യം ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മയിലെത്തും. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അജ്ഞതയിൽ നിന്നും വിജ്ഞാനത്തിലേക്ക്, നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് ഓരോ മനുഷ്യ മനസ്സുകളെയും ഈ ദീപനാളങ്ങൾ കൈപിടിച്ചുയർത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാലദേശ മത വിശ്വാസ ചിന്തകൾക്കപ്പുറം ദീപാവലി നൽകുന്ന ഈ അർത്ഥവത്തായ സന്ദേശം ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഏതു കാലത്തും മാനവരാശിക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള അമൂല്യമായ ഒരു സന്ദേശം ദീപാവലി നൽകുന്നത് കൊണ്ട് തന്നെ ഇത് വെറുമൊരു ആഘോഷം മാത്രമല്ല, മറിച്ച് മനുഷ്യ മനസ്സിന് ഊർജം നൽകുന്ന വിലപ്പെട്ട ഒരു സന്ദേശം കൂടിയാണ്. പ്രതീക്ഷയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ ദീപനാളങ്ങളാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സിനെയും മുന്നോട്ട് നയിക്കുന്നത്. ഓരോ ആഘോഷങ്ങളിലൂടെയും ഉത്സവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അത് നൽകുന്ന മൂല്യവത്തായ സന്ദേശങ്ങളെ കൂടി സ്വീകരിക്കാൻ മനസ്സ് പ്രാപ്തമായിരിക്കണം. ഇത്തരം ആഘോഷങ്ങളോടൊപ്പം തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ അന്തർലീനമായിരിക്കുന്ന മൂല്യവത്തായ സന്ദേശങ്ങളെ കൂടി മനുഷ്യ നന്മയ്ക്കായി നമുക്ക് പങ്കിടാം. അങ്ങനെ ഈ വർഷത്തെയും ദീപാവലി ആഘോഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ദീപാവലി നൽകുന്ന പ്രകാശപൂരിതമായ ഊർജത്തിൻ്റെ ഒരു കണികയെ നമ്മുടെ ഹൃദയവിശുദ്ധിയുടെ മൺചിരാതിൽ ഒരു ദീപനാളമായി കൊളുത്തിവയ്ക്കാം. അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും മതിൽക്കെട്ടുകളെ തകർത്തെറിയാൻ ഒരു കെടാവിളക്കായി നമുക്കതിനെ കാത്തു സൂക്ഷിക്കാം. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകർന്നു നൽകാവുന്ന ഒരു പ്രകാശവലയമാക്കി അതിനെ നമുക്ക് പരിപോഷിപ്പിക്കാം. ആ പ്രകാശവലയം അങ്ങനെ നന്മയുടെ നിറകുടമായി ഒഴുകിപ്പരക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ശുഭപ്രതീക്ഷയോടെ നമുക്ക് അടുത്ത ദീപാവലിക്കായി കാത്തിരിക്കാം.